അനുഭവിക്കുന്നത്. കാരണം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജി ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമര നേതാക്കൾ അവരുടെ കഷ്ടപ്പാടുകൾ എത്രയെന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ല. കാരണം സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് വെറുതെ ഒരു ആഘോഷം അല്ലെങ്കിൽ പലയിടത്തും ഒരു അവധി ദിവസം എന്നുള്ളതിന് അപ്പുറത്തേക്ക് കൂടുതൽ അറിവുകൾ കുട്ടികളിലേക്ക് എത്തിച്ചേർക്കാൻ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാഷ്ട്രം, നമ്മുടെ ഭാരതം ഏറെ വളർന്നിരിക്കുന്നു. അത് വിദ്യാഭ്യാസ മേഖലയിലായിക്കോട്ടെ, ആതുര മേഖലയിലായിക്കോട്ടെ, വിവര സാങ്കേതിക മേഖലയിലായിക്കോട്ടെ, ശാസ്ത്ര സാങ്കേതിക മേഖലയിലായിക്കോട്ടെ നമ്മൾ വളർന്നിരിക്കുകയാണ്. മറ്റൊരു വലിയൊരു വിഭാഗം നമ്മളേറെ ആദരണീയരായിട്ട് കാണുന്ന, നമ്മുടെ രക്ഷകരായിട്ട് കാണുന്ന, നമുക്ക് ആപത്തുണ്ടാവുമ്പോൾ കാണുന്ന ഒരു വലിയൊരു വിഭാഗം, ഏറ്റവും വലിയൊരു വിഭാഗം, നമ്മൾ പൂർണ്ണമായിട്ടും അവസാന വാക്ക് എന്ന രീതിയിൽ നമ്മൾ ആശ്രയിക്കുന്ന ഒരു വിഭാഗമുണ്ട്, നമ്മുടെ സൈന്യം. ലഹരിക്ക് അടിമകളാകാതെ അതുമായിട്ട് അൺനെസസറി ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ നിങ്ങളത് പറയുക, നോ, അതാണ് വേണ്ടത്. അപ്പോൾ കുട്ടികൾ എല്ലാവരും ഹാപ്പിയാണോ? അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സാമ്രാജ്യം എന്ന് പറയുന്നത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്നു. നമ്മളിനി ഇന്ന് ഈ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഇവിടെ നേടിത്തന്നത് നമ്മുടെ പൂർവികരായിട്ടുള്ള ആ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങളുടെയും സേവനങ്ങളുടെയും നൊമ്പരങ്ങളുടെയും സ്വാതന്ത്ര്യമാണ് നാം ഇവിടെ അനുഭവിക്കുന്നത്. വരാൻ അല്പം വൈകിപ്പോയി. വളരെ സന്തോഷകരമായ ഒരു കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഈ സ്കൂളിൽ പഠിച്ച ഒരു ആളാണ്. ഇന്നത്തെ യൂണിഫോമിൽ കാണാനായി അദ്ദേഹത്തിന് ഒരു ചെറിയ രീതിയിലുള്ള ആദരവ് അർപ്പിക്കുകയാണ്.